പണ്ട് ഇടതൂർന്ന മൂടൽമഞ്ഞ് നിറഞ്ഞ ഒരു കാടിന്റെ ഹൃദയഭാഗത്ത് ഒരു ദിനോസർ ജീവിച്ചിരുന്നു. ദിനോസർ ഒരു സാധാരണ ദിനോസർ ആയിരുന്നില്ല, കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി ആയിരുന്നു. ഭീമാകാരമായ നഖങ്ങളും ഗർജനവും കൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു ദിനോസറിന്. എങ്കിലും അവൻ സൗമ്യസ്വഭാവം ഉള്ളവനായിരുന്നു. എമറാൾഡ് ഗ്രോവ് എന്നറിയപ്പെട്ടിരുന്ന കാടിന്റെ ഒരു ഹൃദയഭാഗത്താണ് ദിനോസർ താമസിച്ചിരുന്നത്. ഈ കാടിനെ തങ്ങളുടെ വീടായി കണ്ട എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനായിരുന്നു അവൻ. കുരങ്ങുകൾ, പക്ഷികൾ, എല്ലാ ചെറിയ മൃഗങ്ങൾ പോലും അവനെ സ്നേഹിച്ചിരുന്നു, കാരണം അവൻ അവരെ ഉപദ്രവിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ദിനോസറിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ അവിശ്വസനീയമാംവിധം കാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും കരുതലോടെ വീശും. കാടിന്റെ ഒരു കോണിൽ നിന്ന് ദിനോസർ ഒരു വിചിത്ര ശബ്ദം കേട്ടു. അവൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത് ഒരു ക്ലിങ്കിംഗ് ശബ്ദമായിരുന്നു. കൗതുകത്തോടെ ദിനോസർ ഇടതൂർന്ന സസ്യജാലങ്ങളിലൂടെ നടന്ന് അടുത്തു ചെന്നപ്പോൾ ഒരു പാറകൾക്കിടയിൽ വിചിത്രവും തിളങ്ങുന്നതുമായ ഒരു വസ്തു കണ്ടെത്തി. സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ കൊണ്ട് തിളങ്ങുന്ന ഒരു സ്വർണ്ണ ലോക്കറ്റായിരുന്നു. ദിനോസർ അവിടെ കണ്ട ലോക്കറ്റ് ശ്രദ്ധാപൂർവം നോക്കി. അവനെ അത്ഭുതപ്പെടുത്തി. അത് തുറന്നു. അതിനുള്ളിൽ ഒരു ഭൂപടം ഉണ്ടായിരുന്നു. അവന്റെ കൂറ്റൻ നഖങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്, പക്ഷേ അവൻ അത് മെല്ലെ എടുത്ത് നഖത്തിന്റെ അഗ്രം കൊണ്ട് വിടർത്തി നോക്കി. അതിൽ കാടിന്റെ ഹൃദയം എന്ന് അടയാളപ്പെടുത്തിയ ഒരു സ്ഥലവും. ആവേശഭരിതനായ ദിനോസർ ഈ ഹാർട്ട് ഓഫ് ദി ജംഗിൾ കണ്ടെത്താൻ ഒരു യാത്ര ആരംഭിച്ചു. വഴിയിൽ അവൻ എല്ലാത്തരം തടസ്സങ്ങളും നേരിട്ടു. വളഞ്ഞുപുളഞ്ഞ നദികൾ, കുത്തനെയുള്ള പാറക്കെട്ടുകൾ, കട്ടിയുള്ള മുന്തിരിവള്ളികൾ. എന്നാൽ കാട്ടിലെ സുഹൃത്തുക്കൾ അവനെ സഹായിച്ചു. കുരങ്ങുകൾ അയാൾക്ക് മരങ്ങൾക്കിടയിലൂടെ സുരക്ഷിതമായ. ഒടുവിൽ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ദിനോസർ ലക്ഷ്യസ്ഥാനത്ത് എത്തി. അവിടെ ഒരു പുരാതനമായ വൃക്ഷം ഉണ്ടായിരുന്നു, മാന്ത്രിക പ്രകാശത്താൽ തിളങ്ങുന്ന ഒരു മരം. ഇതായിരുന്നു കാടിന്റെ ഹൃദയം. കാടിനെ ചടുലവും ജീവൻ നിറഞ്ഞതുമായി നിലനിർത്തുന്ന ശക്തികൾ അതിനുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ദിനോസറിനെ ഞെട്ടിച്ചുകൊണ്ട് മരം പതുക്കെ വാടിപ്പോകുന്നത് പോലെ കാണപ്പെട്ടു. മരത്തിന് സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ദിനോസർ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളെയും വിളിക്കാൻ ആഴത്തിലുള്ളതും സൗമ്യവുമായ അലർച്ച പുറപ്പെടുവിച്ചു. ഡൈനോസർ തന്റെ കൂറ്റൻ നഖങ്ങൾ ഉപയോഗിച്ച് മരത്തിനു ചുറ്റും ഒരു കിടങ്ങ് സൃഷ്ടിച്ചു. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ചേർന്ന് വെള്ളം ശേഖരിച്ച് മരത്തിന്റെ വേരുകളിലേക്ക് ഒഴിച്ചുകൊടുത്തു. അതിന്റെ വേരുകൾ വലിച്ചെടുക്കാൻ പാകത്തിൽ. കാലക്രമേണ അവന്റെ കാടും മരവും അതിന്റെ പഴയ സൗന്ദര്യത്തിലേക്ക് മടങ്ങി, എന്നത്തേക്കാളും ശക്തവും കൂടുതൽ തിളക്കവുമുള്ളതായി. നന്ദിസൂചകമായി മരത്തിന്റെ ഇലകൾ കാറ്റിൽ ഇളകി ആടി, മൃഗങ്ങൾ ആർത്തുവിളിച്ചു. അങ്ങനെ അവൻ കാടിന്റെ ഔദ്യോഗിക സംരക്ഷകനായി. അന്നുമുതൽ ദിനോസർ ഒരു കൗതുകമുള്ള മാത്രമല്ല, എമറാൾഡ് ഗ്രോവിന്റെ സംരക്ഷകനും ആയി. തന്റെ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും അവൻ സംരക്ഷിക്കാൻ തുടങ്ങി. ദിനോസറിന്റെ സംരക്ഷണത്തിൽ കാട് തഴച്ചുവളർന്നു. അതിന്റെ മാന്ത്രികതയും സൗന്ദര്യവും കാലങ്ങളോളം നിലനിന്നുപോയി.